അച്ചാച്ച ഇന്നെന്നാ പരിപാടി? വയലിൻ പഠിക്കുവാണോ? വയലിനല്ല, കഥയ്ക്ക് മുഹൂർത്തം കൂട്ടിയാണേ. നമുക്കിന്നേ ഇഫാ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ട്രെൻഡിങ് ഐറ്റം ആണ്. പക്ഷെ പശുവും ചേർത്ത് മോരിന്റെ പുളിയും പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് കൊണ്ടൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ലേറ്റാ വന്നാലും സ്റ്റൈലാത്താൻ വരും. അപ്പൊ എല്ലാവരും കണ്ടേക്കണം ഇഫാ ചിക്കൻ. ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പം മാറ്റി വെച്ച സാധനമാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഇത് വെച്ചിട്ട് ഇഫാ ചിക്കൻ ഉണ്ടാക്കുന്നത്. വലിയ പീസാണെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി എടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളേ. തേച്ച് കൊടുക്കുന്ന മസാലയൊക്കെ നല്ലപോലെ ഇറച്ചി പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ കുത്തി കൊടുക്കണേ. നമ്മളിവിടെ 2 പീസാണ് എടുത്തേക്കുന്നത്. രണ്ടുകൂടെ പാനിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരെണ്ണം കൊണ്ട് നമ്മൾ ഓവനകത്താണ് ചെയ്യുന്നത് കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് തക്കാളിയും സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല അതൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ചേർക്കുക. പിന്നെ ഒരു സ്ക്യൂസ് ഓഫ് ലെമൺ, മറ്റേ പയ്യൻ പറയുന്നതിൻ്റെ കൂട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ മസാല. അപ്പോൾ ഇനി ചിക്കൻ എടുത്തൊരു പാത്രത്തിലേക്ക് എടുത്തിടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല അങ്ങോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി കൊടുക്കുക. നല്ലപോലെ തന്നെ തിരുമണേ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇഫാ ചിക്കൻ്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ കെട്ടിക്കണം. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും മതി. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കണം, എങ്കിലേ സെറ്റ് ആകത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ പാൻ ചെറുതായതുകൊണ്ട് ഒരെണ്ണം പാനിനകത്തും ഒരെണ്ണം നമ്മുടെ ഓവനകത്തും സെറ്റ് ചെയ്യുന്നത്. ഓവനകത്ത് വെക്കുന്ന ചിക്കൻ്റെ 2 സൈഡും നമ്മൾ നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. ഗ്രില്ല് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന അതേ ടൈമും ടെമ്പറേച്ചറും തന്നെ ഇതിനും കൊടുക്കണം കേട്ടോ. പാനിനകത്തെ ചിക്കൻ നല്ലപോലെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ അകം വേവാതെയൊക്കെ ഇരിക്കും. അപ്പം സ്ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം ഇട്ട് തന്നെ കുക്ക് ചെയ്യണേ. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും ഈ ചിക്കനെ ഇഫാ ചിക്കൻ ആക്കുന്ന ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 മുട്ടയുടെ വെള്ള, 1 മുട്ട മുഴുവനായിട്ട് വേണം, പിന്നെ ചീസ് വേണം, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് പാല്, കുറച്ച് ഡബിൾ ക്രീം. ഇത്രയും സാധനം ഇട്ടിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഈ സമയത്ത് നമ്മുടെ ആ പാനിനകത്തിരിക്കുന്ന ചിക്കനും ഓവനകത്തിരിക്കുന്ന ചിക്കനും ഏകദേശം സെറ്റായി കാണും. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് കിടത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്കിതിന് ഇഫാ ചിക്കൻ തികച്ചങ്ങ് വിളിക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിപ്പം ചെറിയൊരു ഫ്ലെയിമിൽ കുറച്ച് നേരം കൊണ്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തെ ഓയിലും ഈ ക്രീമും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങോട്ട് വരും. അന്നേരം ഇതങ്ങോട്ട് ചട്ടിയോടെ എടുത്തുകൊണ്ട് കഴിച്ചാലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും വലുതായിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ചെറിയ പീസാക്കി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിന് മുകളിൽ ഒഴിച്ചാലും മതി. എന്തുമായാലും കാണാനൊരു രസത്തിന് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. സംഭവം എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പം തന്നെ അഭിപ്രായം പറഞ്ഞേക്കാം. നമുക്കങ്ങനെ ഡിലേ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടി എങ്കിൽ ചട്ടി, പ്ലേറ്റ് എങ്കിൽ പ്ലേറ്റ്, എന്തുവാണെങ്കിലും നമ്മൾ കഴിച്ചു നോക്കും. ഞങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയേക്കുന്നത് നാൻ ബ്രെഡാണേ. അതിൻ്റെ കൂടി ഇത് എൻ്റെ പൊന്നെ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈ നക്കുന്നതിൻ്റെ തൊട്ട് തന്നെ നക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ്. അവസാനം നോക്കിയേ, ചട്ടിയുടെ കോലം കണ്ടോ, പാട്ടേന്ന് സംഭവം മൊത്തം തീർന്നു. അപ്പം രണ്ടും കൽപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കിയോ. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.